യുക്രൈനെതിരെ ആക്രമണം കടുപ്പിച്ച് റഷ്യ. മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ 7 പേർ കൊല്ലപ്പെട്ടു. പൊക്രോവ്സ്ക് നഗരത്തിന്റെ ഭൂരിഭാഗവും റഷ്യൻ നിയന്ത്രണത്തിലായെന്നാണ് റിപ്പോർട്ടുകൾ. റഷ്യയ്ക്ക് മേൽ ഉപരോധം കടുപ്പിക്കണമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ആവശ്യപ്പെട്ടു. അതിശൈത്യകാലത്തിന് മുൻപ് യുക്രൈന് മേൽ ആക്രമണം കടുപ്പിക്കുകയാണ് റഷ്യ. കീവ്, പോൾട്ടോവ, ഖാർക്കൈവ് ഇവിടങ്ങളിലെ ഊർജ്ജ ഉൽപ്പാദന മേഖലകളിലും ആയുധ നിർമ്മാണ കേന്ദ്രങ്ങളും ലക്ഷ്യമാക്കിയായിരുന്നു ആക്രമണം. യുക്രൈനിലെ 4ാമത്തെ വലിയ നഗരമായ ഡെനിപ്രോയിൽ ജനവാസ മേഖലയിലാണ് ഡ്രോണുകൾ പതിച്ചത്. 9 നില കെട്ടിടത്തിന് നേരെയുള്ള ഡ്രോണാക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കുണ്ട്. കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായതോടെ മണിക്കൂറുകളോളം രക്ഷാപ്രവർത്തനം നീണ്ടുനിന്നു. വലിയ ക്രെയിനുകളടക്കം എത്തിച്ചാണ് പലരെയും കെട്ടിടത്തിന് താഴെ ഇറക്കിയത്. 450 ഡ്രോണുകൾ എത്തിയെന്നും സാധാരണക്കാരെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്നും യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി കുറ്റപ്പെടുത്തി. ഈ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ റഷ്യയ്ക്ക് മേൽ ഉപരോധം കടുപ്പിക്കണമെന്നും സെലൻസ്കി ആവശ്യപ്പെട്ടു. Масований був удар, багато балістики, щонайменше 25 балістичних ракет було. Також були аеробалістичні та крилаті ракети, ще більш ніж 450. റഷ്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ എണ്ണ റിഫൈനറികളും പൈപ്പ് ലൈനുകളും തിരഞ്ഞുപിടിച്ച് നേരത്തെ യുക്രൈൻ ആക്രമണം നടത്തിയിരുന്നു. ഇതിന് മറുപടിയെന്ന നിലയിലാണ് റഷ്യയുടെ പ്രത്യാക്രമണം. കിഴക്കൻ യുക്രൈനിലെ പൊക്രോവ്സ്ക് നഗരം റഷ്യ കീഴടക്കിയെന്നാണ് റിപ്പോർട്ടുകൾ. നഗരത്തിലെ ഏതാണ്ട് 39 കിലോമീറ്റർ പ്രദേശം റഷ്യൻ നിയന്ത്രണത്തിലായി. ഇങ്ങനെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഡോണസ്ക് മേഖലയിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന നഗരമാണ് പൊക്രോവ്സ്ക്. പൊക്രോവ്സ്ക് പിടിച്ചെടുക്കാൻ 2 വർഷത്തോളമായി റഷ്യൻ സൈന്യം നീക്കം നടത്തുന്നുണ്ട്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഈ മേഖലയിൽ റഷ്യ യുക്രൈൻ സൈന്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടൽ പതിവാണ്. കഴിഞ്ഞ 3 ദിവസത്തിനിടെ 220 ആക്രമണങ്ങൾ ഇവിടെയുണ്ടായി. പൊക്രോവ്സ്ക് പിടിച്ചെടുക്കുന്നതിനെ യുക്രൈൻ യുദ്ധത്തിലെ നിർണായക മുന്നേറ്റമായാണ് റഷ്യ കാണുന്നത്. യുദ്ധത്തിന് മുൻപ് ഏതാണ്ട് 60,000 പേർ ഈ നഗരത്തിലുണ്ടായിരുന്നു. ഇപ്പോഴുള്ളത് 1000-ഓളം പേർ മാത്രം. യുക്രൈന് കൂടുതൽ അമേരിക്കൻ നിർമ്മിത പാട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ലഭിച്ചിരുന്നു. ഇക്കാര്യം സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. നവംബർ ആദ്യവാരമാണ് സെലൻസ്കി തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഇതിന് പിന്നാലെയാണ് റഷ്യൻ ആക്രമണം എന്നതും ശ്രദ്ധേയമാണ്. UK അടക്കം 10 നാറ്റോ രാജ്യങ്ങൾ സംയുക്തമായി സൈനികാഭ്യാസവും നടത്തി. റഷ്യ ആക്രമണം കടുപ്പിച്ചാൽ 8 ലക്ഷം സൈനികരെ നാറ്റോ യുക്രൈനിൽ വിന്യസിക്കുമെന്ന ജർമ്മനിയുടെ പ്രതികരണവും റഷ്യയെ പ്രകോപിപ്പിച്ചിരിക്കാം. എന്തായാലും 1354 ദിവസം പിന്നിടുന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ ആക്രമണം നിർണായക മാറ്റങ്ങൾക്ക് വഴിവെക്കും. നിർണായക മുന്നേറ്റങ്ങൾക്കും അത് ഇടയാക്കും.